+1 സയൻസ് എടുത്തൊരു കുടുങ്ങിയോ? ഡെഫിനറ്റ്ലി കുടുങ്ങി. എന്നാൽ അടിപൊളിയായിട്ട് കുടുങ്ങി. കാരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ SSLC ഇന്നേ വരെ നിങ്ങൾ പഠിച്ചൊരു SSLC ഒരു വർഷം പോലെ ആയിരിക്കില്ല +1. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. പക്ഷേ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാം, എങ്ങനെ ഫുൾ മാർക്ക് മേടിക്കാം, ഫുൾ കാര്യം പറഞ്ഞുതരാം. പക്ഷെ ആദ്യം നിങ്ങൾ ഇന്നത്തെ ലൈവിന് വരണം. +1 എക്സാമിനറുടെ ഏറ്റവും വലിയ അനൗൺസ്മെന്റ് ആണ് ഇന്ന് വൈകുന്നേരം 7:30 നടക്കാൻ പോകുന്നത്. യൂട്യൂബിലെ ക്ലാസ് വെച്ചിട്ട് കുറേ കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, വാട്സാപ്പ് അയക്കുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ട് കമന്റ്സിൽ +1 എക്സാമിനർ യൂട്യൂബ് ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്ന്. ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് വൈകുന്നേരം 7:30 പറയും. എല്ലാവരും അതിൽ വരാൻ മറക്കരുത്. ഇനി നമ്മുടെ +1 സയൻസിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം മക്കളെ. SSLCയിൽ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ. മാത്സിൽ ഇപ്പോൾ ഏറ്റവും ടഫ് ചാപ്റ്റർ എടുത്തോ, ട്രിഗണോമെട്രി എടുത്തോ, സെക്കൻഡ് ഡിഗ്രി എടുത്തോ, ടാൻജൻസ് എടുത്തോ, അത് ഏറ്റവും വലിയ ക്വസ്റ്റ്യനിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യന് ഒന്നെങ്കിൽ 3ഓ 5ഓ ലൈന് അല്ലെ 3ഓ 5ഓ സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ. സത്യമാണല്ലോ. 6 മാർക്ക് ക്വസ്റ്റ്യന് 6 സ്റ്റെപ്പൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ, കൂടിപ്പോയ 7 സ്റ്റെപ്പ്. ഓക്കെ, +1 വരുമ്പോൾ ഞാൻ മാത്സിലെ നിങ്ങളുടെ ഒരു 7ാമത്തെ 8ാമത്തെ ചാപ്റ്റർ എടുത്തതാണ്. ഇത് നമ്മൾ പൊതുവേ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിച്ചിരിക്കുന്ന പോലെ അല്ല. നിങ്ങൾ ചിലപ്പോൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടും കുറച്ചും ടഫർ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും നമ്മൾ SSLC വരെ കണ്ടത്. +1 നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ തുറന്നു നോക്കിയത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പറയണം ഇത് പഠിക്കണം, ഇങ്ങനത്തെ ടൈപ്പ് എന്താണെങ്കിലും വരും. അപ്പോൾ എക്സാമ്പിൾ 20 കണ്ടാൽ മനസ്സിലായി. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇത് നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ്, ഇത്ര ഫോർമുലയുടെ വലുപ്പമുണ്ട്. ഫോർമുലയുടെ വലുപ്പം, ഈ ഫോർമുല ബൈഹാർട്ട് ചെയ്യാൻ തന്നെ എടുക്കും. നിങ്ങൾക്ക് 3ാമത്തെ ചാപ്റ്റർ മൊത്തം പഠിച്ചാലേ നിങ്ങൾക്ക് 7ാമത്തെ ചാപ്റ്ററിൽ എഴുതാൻ പറ്റുള്ളൂ. ഇത്രയും കഴിഞ്ഞ് ഒരു ആൻസർ ചെയ്യും ഈ ക്വസ്റ്റ്യൻ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു കുഞ്ഞു ക്വസ്റ്റ്യനുള്ള ആൻസർ ഉണ്ട്. ഇത്രയും വലുതാണ്, വലിയ ഫോർമുലയാണ്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി കാണിക്കല്ലേ. സാർ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കല്ലേ. എക്സാമിന് ചോദിച്ചതാ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ എക്സാമിന് ചോദിച്ചതാണ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിന്. ഇത്രയും വലിയ സ്റ്റെപ്പ് 1, 2, 3, 4 ഇത്രയും വലിയ 4 സ്റ്റെപ്പ് എഴുതിയാൽ നിങ്ങളത് എഴുതി വരുമ്പോൾ 6ഓ 8ഓ, കാരണം ടെക്സ്റ്റ് ബുക്കിൽ എപ്പോഴും കംപ്രസ് ചെയ്താണ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക്. അത് കറക്റ്റായിട്ട് ഒരു മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ. ഇത് മാത്സിലെ ഒരു എക്സാമ്പിൾ കാണിച്ചാണ്. അതേപോലെ ഇപ്പം ഞാൻ കാണിച്ച 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയും വലുപ്പമുണ്ട്. നിങ്ങൾ എഴുതി വരുമ്പോൾ മിനിമം എടുക്കുക. ഇതെന്താ സംഭവം, എന്താണ് ഇവിടെ നടക്കുന്നത്? നിങ്ങൾ കൺഫ്യൂഷനായി അടിച്ചു പോവോ? കഴിഞ്ഞ വർഷത്തെ +1 ഓക്കെ, നിങ്ങളുടെ സീനിയേഴ്സ്, നിങ്ങൾ +1 ഇപ്പോൾ കയറിയ കുട്ടികളാണ്. ഇപ്പോൾ +2 നടന്ന ചേട്ടന്മാർ, അവർ +1 മാത്സ് എഴുതിയപ്പോൾ എല്ലാവരുടെ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. പേപ്പർ കണ്ടപ്പോൾ കിളിപോയി. കാരണം എന്താണ്, ഇന്നേ വരെ അവർ പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ കണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ അവിടുത്തെ ഇവിടുത്തെ എല്ലാം ടഫ് ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തിട്ടു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുക. മോഡൽ എക്സാം വരെ സിമ്പിളായിരുന്നു, ഫൈനൽ എക്സാം കുടുക്കി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങളുടെ സീനിയേഴ്സ് ചിലപ്പോൾ പറയുന്നുണ്ട് ഭയങ്കര ടഫാണ്. കണ്ടോ, ഇതൊക്കെ ഒരു 2-3 മാർക്ക്, എത്ര മാർക്ക്? 6 മാർക്കിലെ 2 മാർക്ക് ചോദ്യം കേട്ടോ. 2 മാർക്ക് ചോദ്യത്തിന് ആൻസർ ആണ് ഇത്രയും വലുപ്പമാണ് 2 മാർക്കിന്. +1 ഇസ് എ ഡിഫറെന്റ് ഗെയിം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുക. ഇതിപ്പോൾ ഒരു ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത്. ഓക്കെ, നിങ്ങൾ പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കും. പക്ഷെ ഇതൊക്കെ എങ്ങനെ പഠിക്കും? SSLCയിൽ 3ഓ 4ഓ സ്റ്റെപ്പ് എഴുതി വെച്ചാൽ, അല്ലെങ്കിൽ പകുതി എഴുതി വെച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. +1 നിങ്ങൾക്ക് ആലോചിക്കുന്നതിനെക്കാട്ടും അധികം ടഫായിരിക്കും. ഓക്കെ, ഞാൻ വെറുതെ പറയില്ല, നല്ല ടഫായിരിക്കും. ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ, ഇതൊക്കെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻസാണ്. ഇതിന് വേണ്ടി സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളെല്ലാവരും ഇന്നത്തെ 7:30 ലൈവിന് വരിക, അതിൽ യൂട്യൂബ് ക്ലാസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുതരും. പക്ഷെ ഇതിന് കൃത്യമായി എന്താണ് സൊല്യൂഷനുള്ളത് സത്യം പറഞ്ഞുതരാം. ഇത് ഞാൻ ഇന്നും പറയും, എക്സാമിൻ്റെ തലേന്നും പറയും. അപ്പോൾ ഇപ്പം തന്നെ കേട്ടോ, നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഒരു കാര്യമില്ല. ഇന്ന് തന്നെ തുടങ്ങിക്കോ മക്കളെ. സിമ്പിളായിട്ട് പഠിക്കണം, പ്രോപ്പറായിട്ട് പഠിക്കണം. SSLCയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ വായിച്ച് തൽക്കാല തട്ടിമുട്ടൽസ് പഠിത്തം പഠിച്ചു. എക്സാമിൻ്റെ സമയത്ത് ഓണം എക്സാമിന് ഒന്ന് തട്ടിമുട്ടൽസ് പഠിച്ചു, ക്രിസ്മസ് എക്സാമിന് ഒന്നുകൂടി തട്ടിമുട്ടൽസ് പഠിച്ചു, അപ്പം തുടങ്ങി ഫൈനൽ എക്സാമിന് എന്തൊക്കെയോ ചെയ്ത് നിങ്ങളൊന്നും പാസ്സായാലേ A+ ഒക്കെ കിട്ടിയെന്ന് വിചാരിച്ചോ? +1 അങ്ങനത്തെ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല. വളരെ ഉറപ്പായിട്ട് പറയണേ, പഠിക്കണം, പ്രോപ്പറായിട്ട് തന്നെ പഠിക്കണം. അതിലൊരു എക്സ്ക്യൂസും കാണിക്കുക. നിങ്ങൾ ആദ്യം മുതൽ തന്നെ പഠിക്കണം. സെക്കൻഡ് കാര്യം, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ ഞാൻ ചെയ്ത്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 30-40 മിനിറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് 25 മിനിറ്റിനെക്കാട്ടും കൂടുതൽ എടുക്കും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ, അത് എഴുതിയത് എന്താണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോ ചാപ്റ്ററിന് 100-150 ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പം SSLCയിലായിരുന്നപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇന്ന് 2 ചാപ്റ്റർ മാത്സ് തീർക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ആഞ്ഞ് ക്ഷമിച്ചാൽ 5 ചാപ്റ്റർ അല്ലേ, 5 ചാപ്റ്റർ സിമ്പിളായിട്ട് ഒരു ദിവസം കൊണ്ട് തീർക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അവസാനത്തെ ദിവസമാണ് 10 ചാപ്റ്റർ നിങ്ങൾ ഒരു ദിവസം ചിലപ്പോൾ തീർത്തു വരും, ബേസിക്സ് കവർ ചെയ്യാൻ. മക്കളെ +1 അങ്ങനെയല്ല. +1 നിങ്ങൾ ഒരു ചാപ്റ്റർ, ഈസി ചാപ്റ്റർ ഇപ്പോൾ ഒരു അര ദിവസം കൊണ്ട് തീർക്കായിരിക്കും. ടഫ് ചാപ്റ്റർ നിങ്ങൾ 2-3 ദിവസം എടുക്കും റിവൈസ് ചെയ്തെടുക്കാൻ.
പഠിച്ചെടുക്കാൻ ആഴ്ചകളെടുക്കും, റിവൈസ് ചെയ്തെടുക്കാൻ ചിലപ്പം നിങ്ങൾക്ക് അതിന് തന്നെ എടുക്കും ദിവസങ്ങൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് അവസാനം എക്സാമിൻ്റെ 2 മാസം ടൈം മാനേജ് ചെയ്താൽ മതിയോ? പോരെ, ഇപ്പം തന്നെ മാനേജ് ചെയ്യണം. ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് സമയമുണ്ട്. ഇപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയാം. ഇപ്പോൾ പഠിച്ചു തുടങ്ങണം. വായിച്ച സിലബസ് നോക്കിയാൽ പോലെ പഠിച്ചു തുടങ്ങണം നിർബന്ധമാണ്. ഇനി അതുപോലെ സിലബസ് കംപ്ലീഷൻ. നിങ്ങൾക്കറിയാം എക്സാമിനറുടെ അഗ്നി ബാച്ച് 1ലും 2ലും ഉള്ളവരൊക്കെ 3ഉം 4ഉം ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, 3ഉം 4ഉം ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങളുടെ സ്കൂൾ തുടങ്ങിയിട്ട് ആകെ 1-2 ആഴ്ച ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ സ്പീഡിൽ പോയില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും. ഓക്കെ, നിങ്ങൾ അവസാനം നിങ്ങൾ കുറേ കഷ്ടപ്പെടും. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തം പഠിക്കേണ്ടി വരും. അപ്പോൾ സിലബസ് കംപ്ലീഷൻ നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. നിങ്ങൾ എക്സാമിനറുടെ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫുൾ ഫാസ്റ്റ് ഫോർവേഡ് ആണ്. ഏതൊരു കുട്ടീനെക്കാട്ടും എത്രയോ മുമ്പിലാണ് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ യൂട്യൂബ് കാണുന്ന കുട്ടികളാണ്, എക്സാമിനർ ബാച്ചിലെ യൂട്യൂബ് കാണണം പ്രോപ്പറായിട്ട് തന്നെ. ഒരു ഡിലേയും വെക്കരുത്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം. SSLC പോലെ അല്ല എന്ന് ഞാൻ വേണേൽ എഴുതി നിങ്ങൾക്ക് തരാം, ഒപ്പിട്ട് തരാം. SSLC പോലെ ആയിരിക്കില്ല +1. പേപ്പർ കാണുമ്പോൾ പ്ലീസ് ഷോക്ക് ആവരുത്. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അതാണ് ഇത്രയുള്ള സീക്രട്ട്. പക്ഷേ സാർ, ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വന്നാൽ മാർക്ക് കിട്ടുമോ? എനിക്ക് ഞാനിതൊക്കെ എത്ര പഠിച്ചു എന്ന് വെച്ചിട്ടാണ് മാർക്ക് കിട്ടുക? മക്കളെ, അതിനുള്ള പ്രൂഫായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഈ വർഷത്തെ എക്സാം വിന്നർ +1 ബാച്ചിൽ പഠിച്ച കുട്ടികളുടെ റിസൾട്ട് മാത്രമാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, കേരള ടോപ്പേഴ്സ് ആണ്. ഇന്നേ വരെ കേരളത്തിൽ ഇത്രയും ഭീകര റിസൾട്ട് എവിടെ നിന്നും വന്നിട്ടില്ല. അതാണ് എക്സാമിനറുടെ +1 ബാച്ചിന്റെ സ്ട്രെങ്ത്. അപ്പൊ അഗ്നി ബാച്ചിലുള്ളവർ, ഇനി അഗ്നി ആയിക്കോട്ടെ, നിങ്ങൾ അതിന്റെ നീറ്റ് വേർഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ JEE വേർഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊമേഴ്സ് ആയിക്കോട്ടെ, റിസൾട്ട് കണ്ടു വെച്ചോ. 520-ൽ 1 മാർക്കും കളയാതെ ഇത്രയും കുട്ടികൾ 19 കുട്ടികളാണ് ഫുൾ മാർക്ക് മേടിച്ചത്. ഒരു സബ്ജക്റ്റിൽ, ഒരു പേപ്പറിൽ 1 മാർക്ക് പോലും കളയാതെ ഫുൾ മാർക്ക് മേടിച്ചത്. അവരൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചതാ, നമ്മൾ തന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഇവർ നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചവരാണ് ഈ റിസൾട്ട്. ഇനി ഇത് പോരാതെ നോക്കിയാൽ മക്കളെ, ഫുൾ A+ ഇൻ സയൻസ് 779 കുട്ടികളാണ്. ഫുൾ മാർക്സ് ഇൻ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിൽ ഫുൾ മാർക്ക്, കമ്പ്യൂട്ടർ സയൻസ് മേടിച്ച 101 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവർക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും. നിങ്ങളുടെ എയിം 90%, 95% ആണ്. ഡെഫിനറ്റ്ലി ഇപ്പോൾ പഠിച്ചു തുടങ്ങിക്കോ. ഇനി പാസ്സാവണമെങ്കിൽ മക്കളെ ഇപ്പോൾ പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങൾ പാസ്സായാൽ മാത്രം മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അവസാനം പഠിച്ചാൽ പോരാ, പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. SSLCയിൽ ഞാൻ നിങ്ങളോട് പറയില്ല പൊട്ടാൻ ചാൻസ് ഉണ്ടെന്ന്, പക്ഷേ +1 എത്തുമ്പോൾ പൊട്ടുന്നത് റിയാലിറ്റി ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ എക്സാമിൻ്റെ 4 ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് +1 അഗ്നി ബാച്ച് ഉണ്ട്, +1 പൃഥ്വി ഉണ്ട്. ഇത് സയൻസ് നിങ്ങൾക്ക് ഫുൾ ബോർഡ് എക്സാമിനുള്ള പഠിപ്പിച്ചു തരും, ഫുൾ മാർക്കിലേക്കുള്ള ജേർണി. +1 പൃഥ്വി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് +1 സയൻസ് പ്ലസ് നീറ്റ് കോച്ചിങ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ +1 നീറ്റും കൂടി അങ്ങ് പഠിച്ചു തീർക്കാം ഈ ബോർഡ് എക്സാമിൻ്റെ കൂടെ. അതേപോലെ +1 JEE നീറ്റ്, നമ്മുടെ നീറ്റ് പോലെ തന്നെ സയൻസ് പ്ലസ് JEE ഉണ്ട്. ആൻഡ് കൊമേഴ്സ് ആർക്ക് +1 കൊമേഴ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 4 ബാച്ച് ഉണ്ട്. 4ലേക്ക് നിങ്ങൾക്ക് വേഗം തന്നെ അഡ്മിഷൻ എടുക്കാം. ഒട്ടും ഡിലേ ചെയ്യേണ്ടതാണ് മക്കളെ എൻ്റെ അഭിപ്രായം. ഡിലേ ചെയ്താൽ നിങ്ങൾ തന്നെ അവസാനം ഇത് മൊത്തം സ്വന്തം പഠിക്കേണ്ടി വരും. ഒരു എക്സ്ക്യൂസും ഇല്ല. ഓക്കെ, ആരും നിങ്ങളോട് പറയാൻ പോകുന്നില്ല SSLCനെക്കാളും ഈസി ആയിരിക്കും +1 +1 ഇസ് മച്ച് മോർ ഡിഫിക്കൽട്ട്. ഡബിൾ അല്ല, ട്രിപ്പിൾ അല്ല, 4 ഇരട്ടി ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ ആ ബുക്കും തുറന്ന് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും. അത് മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ചോളൂ. ആ മനസ്സിലാക്കണമെങ്കിൽ ആ ബുക്കും തുറന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബിലെ ക്ലാസ് ഒന്നും കണ്ടു നോക്കാം. അപ്പോൾ ഒരു സാമ്പിൾ കിട്ടും എന്ത് വെടിക്കെട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ മക്കളെ. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എക്സാമിനർ +1 ബാച്ചസിന്റെ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമിനർ +1 അഗ്നി ബാച്ച് ഫൈനൽ ബാച്ച് ലോഞ്ച് ചെയ്തു എന്ന് ജൂൺ 27 ലാസ്റ്റ് ബാച്ചാണ്. നമ്മൾ 4ാമത്തെ ബാച്ച് ലോഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, ഇപ്പം തന്നെ ജോയിൻ ചെയ്തു. ഇതിന്റെ ടൈം ടേബിൾ നോക്കി പഠിച്ചാൽ മതി. ആകെ ഒരു ദിവസം നിങ്ങൾ ക്യാച്ചപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ. അതൊന്ന് എക്സ്ട്രാ കണ്ടു തീർക്കുക. ഇനി അതുപോലെ നിങ്ങൾക്ക് പൃഥ്വിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജൂൺ 28 ഇന്നലെയായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അത് വേഗം ജോയിൻ ചെയ്തോളൂ. പൃഥ്വി നീറ്റ് ഉള്ളതും അതേപോലെ JEEൻ്റെ ആണെങ്കിൽ 4 ദിവസം മുമ്പ്. പക്ഷേ നിങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈം ടേബിൾ ആദ്യം സ്ലോ ആയിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ജോയിൻ ചെയ്തോ. ഓറിയന്റേഷനും ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങൾക്കും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. ഇങ്ങനത്തെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. 2-3 മാർക്കിന് എന്ത് വേണം വന്നോട്ടെ, നിങ്ങൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് എക്സാമിനർ എല്ലാ ടീച്ചേഴ്സ് ഉണ്ട് കൂടെ. അപ്പോൾ നിങ്ങൾ +1 എത്ര പെർസെൻറ്റേജ് മേടിക്കും, 100-ൽ എത്ര പെർസെൻറ്റേജ് മേടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് മേടിപ്പിച്ചിരിക്കും. നിങ്ങൾ എക്സാമിനറിന്റെ യൂട്യൂബ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഫുൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് കാണാൻ താല്പര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 7:30 വരിക. ബാച്ചിലുള്ളവർ എല്ലാവരും വരണം. പിന്നെ ബാച്ചിലുള്ളവർ സ്പെഷ്യലായിട്ട് മക്കളെ അടിപൊളിയായിട്ട് പഠിച്ചോ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഫുൾ മാർക്ക് മേടിച്ചിട്ട് അടുത്ത വർഷത്തെ ഈ ബോർഡിൽ നിങ്ങളുടെ പേരുണ്ടാവണം. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം.